സ്വാമിയേ 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 സ്നേഹം നിറഞ്ഞ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകരെ, ഭക്തജനങ്ങളെ, നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ജീവന് തുല്യം അല്ലെങ്കിൽ ജീവനേക്കാൾ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഭക്തിപൂർവം വിശ്വാസപൂർവം അനുഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് ശബരിമലയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ. ആ ശബരിമലയുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ, ശബരിമലയെ തകർക്കുന്ന രീതിയിൽ ശബരിമല ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ആ ക്ഷേത്രത്തെ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് ശബരിമലയെ കൊള്ളയടിക്കുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തകളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ശബരിമലയെ സംബന്ധിച്ച് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോ പുറത്തു വന്ന വാർത്ത നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്തതാണ്. ശബരിമലയുടെ ദ്വാരപാലകന്മാര്, ആ ദ്വാരപാലകന്മാരെ പൂശിയിരുന്ന അല്ലെങ്കിൽ സ്വർണം പൂശിയിരുന്നു. അതിന്റെ സ്വർണ്ണ പാളികളടക്കം അത് നഷ്ടപ്പെടുന്ന സാഹചര്യം ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നു. അതാണ് ഇപ്പോ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. അതിനെ തുടർന്നാണ് കേരള ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത്. ഇപ്പോ കേരള ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. കേരളത്തിന്റെ ADGP ആയിട്ടുള്ള H വെങ്കടേഷിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. 1-2 കിലോ അല്ല സ്വർണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കേരള ഹൈക്കോടതിയുടെ കണ്ടെത്തൽ തന്നെ 4.5 കിലോയോളം തൂക്കത്തിൽ കുറവ് വന്നു എന്നാണ്. ഏറ്റവും ഒടുവിൽ കേരള ഹൈക്കോടതിയുടെ ഇന്ററിം ജഡ്ജ്മെന്റിൽ അവിടെ സ്വർണം പൂശിയ പുറത്തു കൊണ്ടുപോയ സമയത്ത് 1.5 കിലോയുടെ സ്വർണം പൂശിയ പാളികൾ പുറത്തുപോയി തിരിച്ചു വന്നപ്പോ അത് ചെമ്പായിട്ടാണ് വന്നിരിക്കുന്നത്. കൊണ്ടുപോയത് ചെമ്പ് എന്നാണ് മഹസറിൽ രേഖപ്പെടുത്തിയത്. കൊണ്ടുപോയത് ചെമ്പല്ല എന്ന് ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തി. ദേവസ്വം വിജിലൻസ് ഇത് കണ്ടെത്തിയത് ഇപ്പോഴാണോ? ഇത് കൊണ്ടുപോയ സമയത്ത് ഇത് സ്വർണമായിരുന്നില്ല എന്ന് ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് മഹസറിൽ രേഖപ്പെടുത്തി? ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തി. ഇതിനൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ശബരിമലയെ കൊള്ളയടിക്കുകയായിരുന്നു ഇവരെല്ലാം ചേർന്ന്. കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. അങ്ങനെ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ കൂട്ടുനിന്നു എന്ന് വേണം കരുതാൻ. ഈ കൊള്ള മുഴുവൻ നടന്നത് കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു കാര്യമാണ് എന്ന് ചുരുക്കിക്കൊണ്ടുവരാൻ, ലഘൂകരിച്ച് ഒരു ഉദ്യോഗസ്ഥ തല വീഴ്ചയാണെന്ന് സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും അതേപോലെ മന്ത്രി വാസവനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദികൾ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ, ദേവസ്വം ബോർഡ് മന്ത്രി ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു അവതാരത്തിന് ശബരിമലയിലും ശബരിമലയ്ക്ക് പുറത്തും ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് പണമുണ്ടാക്കാൻ, പണം പിരിക്കാൻ, ശബരിമലയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, വിശ്വാസികളുടെ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ശബരിമലയുടെ പവിത്രമായ സ്വർണ്ണ പാളികൾ അല്ലെങ്കിൽ സ്വർണ്ണ പലകകൾ പ്രദർശന വസ്തുവാക്കിക്കൊണ്ട് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ ആയിട്ട് പണം പിരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞത്
ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെയാണ്, ദേവസ്വം ബോർഡ് അറിയാതെയാണ്, ഈ പറയുന്ന മന്ത്രിമാരറിയാതെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. നമ്മൾ കണ്ടല്ലേ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമായി അടുത്ത ബന്ധമുണ്ട്, ദേവസ്വം മന്ത്രിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചുകൊണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറയാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന, അതേപോലെ അതിനെ നിയന്ത്രിക്കുന്ന മന്ത്രിയും ചേർന്ന് നടത്തിയ കാട്ടുകൊള്ളയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അരങ്ങേറിയത്. നമ്മുടെ പവിത്രമായ ശബരിമലയെ കൊള്ളയടിക്കാൻ, അയ്യപ്പനെ കൊള്ളയടിക്കാൻ നേതൃത്വം കൊടുത്തത് ദേവസ്വം ബോർഡാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ്. അത് ഏതൊക്കെ പ്രസിഡന്റുമാരാണ്? ആ കൊള്ള ആരംഭിക്കുന്നത് പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്ത് ആണോ, അതോ എൻ വാസു പ്രസിഡന്റായിരുന്ന കാലത്താണോ, അതോ അതിനുശേഷം അനന്തഗോപൻ പ്രസിഡന്റായിരുന്ന കാലത്താണോ? ഈ കൊള്ള എത്ര കാലം നടന്നു നമുക്കറിയില്ല. ഇതിന്റെയൊക്കെ അന്വേഷണം ഇനി പുറത്തു വരികയുള്ളൂ. പക്ഷെ ഇത്രയും കൊള്ള നടന്നിട്ട് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഒരു നടപടി എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവതാരം ഈ പറയുന്ന സ്വർണം ചെമ്പാക്കി മാറ്റി, അങ്ങനെയുള്ള ഒരു അവതാരത്തിനെ വീണ്ടും ഇപ്പോൾ ക്ഷണിച്ചു വരുത്തിയത് എന്തിന്റെ പേരിലായിരുന്നു? 2025 അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും ഈ സ്പോൺസർഷിപ്പ് കൊടുത്തതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താ? എനിക്ക് ദേവസ്വം ബോർഡിനോടും ദേവസ്വം മന്ത്രിയോടും ചോദിക്കാനുള്ളത്, ശബരിമലയിലെ സ്പോൺസർമാരെ കണ്ടെത്തുന്നതിന് വല്ല മാനദണ്ഡമുണ്ടോ? ശബരിമലയിലെ സ്പോൺസർമാരെ കണ്ടെത്തുന്നതിന് മാനദണ്ഡമുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ ആക്കിയതിന്റെ മാനദണ്ഡം എന്താണ്? 2019 മുതൽ അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2025 വീണ്ടും സ്വർണം പൂശാൻ കരാർ നൽകിയതിന്റെ മാനദണ്ഡം എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താ ചെയ്തത്? ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർഷിപ്പ് എടുത്തിട്ട് പണം പിരിക്കുക, വിശ്വാസികളുടെ അടുത്ത് നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പണം പിരിച്ചു. ആ പണം ആർക്കൊക്കെയാണ് കൊടുത്തത്? ആരുടെ പോക്കറ്റിലേക്കാണ് പോയത്? ആ പണത്തിൽ നിന്ന് എത്ര പണം ദേവസ്വം ബോർഡ് ഭരണാധികാരികൾക്ക് കിട്ടി? ദേവസ്വം മന്ത്രി അതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ടോ? ഇത് അന്വേഷിക്കണം. അതേ ഉണ്ണികൃഷ്ണൻ പോറ്റി 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കത്തയച്ച് വിളിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇപ്പൊ കേരള ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ കണ്ടെത്തൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കത്ത് എഴുതുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇമെയിലില്. അതായത് ഞങ്ങൾ ഉപയോഗിച്ച സ്വർണത്തിൽ ബാക്കി വന്നിരിക്കുന്നു, ആ സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് കത്തയക്കുന്നു. ആ കത്തിന് ഒരു മറുപടി, ഒരു ആക്ഷൻ ഉണ്ടാവുന്നില്ല. ആക്ഷൻ എന്താണ്? അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസു അത് തിരുവാഭരണം കമ്മീഷണർക്ക് കോറിയിട്ട് അയക്കുകയാണ് ഫർദർ നടപടികൾക്ക് വേണ്ടി. ഇന്ന് എൻ വാസുവിനോട് പത്രക്കാർ ചോദിക്കുന്നു, എന്ത് നടപടിയാണ് അതിലുണ്ടായത്? ഒരു നടപടിയും വാസു അതിന് എടുത്തില്ല. തിരുവാഭരണം കമ്മീഷണർ ഈ സ്വർണം എന്ത് ചെയ്യണം, അത് ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാമോ ഇല്ലയോ എന്നുള്ളതിന് ഒരു മറുപടിയും ഒരു നടപടിയും ഇല്ല. ആലോചിച്ച് നോക്കുക, ശബരിമല അയ്യപ്പന് വേണ്ടി സ്വർണം പൂശാൻ വേണ്ടി സ്വർണം സ്പോൺസർഷിപ്പ് കൊടുക്കുന്നു, ആ സ്വർണത്തിൽ ബാക്കി വരുന്നു എന്നാണ്. സ്വർണത്തിൽ ബാക്കി വരാന്ന് പറഞ്ഞ സ്പോൺസറുടെ കയ്യിലിരിക്കുന്ന സ്വർണത്തിൽ ബാക്കി വന്നാൽ സ്പോൺസർ അല്ല തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇതിനൊക്കെ ഒരു കണക്കില്ല. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ഇവിടുത്തെ പത്രക്കാരോട് മാധ്യമങ്ങളോട് പറയണം, ദയവ് ചെയ്ത് നിങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കണം. ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് നിങ്ങളൊന്ന് പരിശോധിച്ച് വിലയിരുത്തണം. നിങ്ങൾക്കറിയോ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭൂമിയുടെ ആസ്തി എന്നുള്ള നിലയ്ക്ക് ദേവസ്വം ബോർഡ് 2015-16 രേഖപ്പെടുത്തിയിട്ടുള്ളത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1200-ലേറെ ക്ഷേത്രങ്ങളുടെ ഭൂമിയുടെ ആസ്തി എത്രയെന്നറിയാമോ? 2.64 കോടി രൂപ.
ഏത് 1243 1250 ക്ഷേത്രങ്ങളുടെ ആസ്തി 2.64 കോടി രൂപ. അത്രയുള്ളോ? നമ്മുടെ ഈ കണ്ണംകുളങ്ങര ക്ഷേത്രത്തിന്റെ ഭൂമിയുടെ ആസ്തി വരും ഒരു 2.64 കോടി രൂപ. ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. അങ്ങേറ്റം ക്രമക്കേടുകൾ നിറഞ്ഞതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളുടെയും ഓഡിറ്റ് റിപ്പോർട്ട്. അങ്ങേറ്റം ക്രമക്കേടുകൾ, അഴിമതികൾ. ഈ ദേവസ്വം ബോർഡ് തുടരാൻ സാധ്യമല്ല. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി വളരെ വ്യക്തമായി കേരള സർക്കാരിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ 1949 ഉണ്ടാക്കിയ കവനന്റ് അനുസരിച്ച് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാർ കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് കേരള ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുകയല്ല ചെയ്തത്, ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുകയാണ് ചെയ്തത്. ക്ഷേത്രങ്ങൾക്ക് നഷ്ടപ്പെട്ട 1 ഇഞ്ച് ഭൂമി തിരിച്ചുപിടിക്കാൻ, ക്ഷേത്രങ്ങൾക്ക് അന്യാധീനപ്പെട്ട 1 ഇഞ്ച് ഭൂമി തിരിച്ചുപിടിക്കാൻ നാളിതുവരെ ഒരു ദേവസ്വം ബോർഡിനും കഴിഞ്ഞിട്ടില്ല. മലബാർ ദേവസ്വം ബോർഡ് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡാവിറ്റിൽ പറഞ്ഞത് 25,000 ഏക്കർ ഭൂമി തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. 25,000 ഏക്കർ ഭൂമി നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കാൻ 1 ഇഞ്ച് ഭൂമി തിരിച്ചുപിടിക്കാൻ മലബാർ ദേവസ്വം ബോർഡിനായിട്ടുണ്ടോ ഇതുവരെ? ക്ഷേത്രങ്ങളുടെ ഭൂമി അന്യാധീനപ്പെടുക. അതുകൊണ്ട് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ശബരിമലയുടെ ഈ ഒരു വിഷയം ഹിന്ദു ഐക്യവേദി അത് തെരുവിൽ ഒരു പ്രക്ഷോഭമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈ കഴുകാനാവില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വഴി നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് ഞങ്ങൾ പ്രഖ്യാപിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെച്ചു പോണം. ഒരു നിമിഷം ആ സ്ഥാനത്തിരിക്കാൻ സാധ്യമല്ല. ഇന്ന് ഞങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് കയറി. ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ആസ്ഥാനത്ത് കയറി. ഇന്ന് വൈകുന്നേരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ വരിക. ഈ സമരം അതങ്ങ് ഹൈക്കോടതിയുടെ ഒരു അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട് ദേവസ്വം ബോർഡിനെയും ദേവസ്വം മന്ത്രിയെയും ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. ഇന്ന് വൈകുന്നേരം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറയുകയാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇനി വഴിയിൽ ഇറങ്ങി നടക്കണമെങ്കിൽ ഹിന്ദു ഐക്യവേദി തീരുമാനിക്കും. ഹിന്ദു ഐക്യവേദി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. വഴിയിൽ തടയും. ശക്തമായ പ്രതിഷേധങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ സംഘടിപ്പിക്കാൻ ഹിന്ദു ഐക്യവേദി തീരുമാനിച്ചിരിക്കും. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാട്ടുകള്ളന്മാരുടെ സങ്കേതമായി മാറി. വീരപ്പനെ തോൽപ്പിക്കുന്ന കാട്ടുകള്ളന്മാരുടെ സങ്കേതമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാറിയിരിക്കുന്നു. ഒന്നിനും കണക്കില്ല, ഇൻവെന്ററി രേഖപ്പെടുത്തുന്നില്ല, രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഒരു സ്ഥിതി ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, കേരളത്തിലെ ക്ഷേത്രങ്ങളെ രക്ഷിക്കാൻ ഹിന്ദു ഐക്യവേദി ഒരു നിരന്തര പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. ശബരിമല ഞങ്ങളെ സംബന്ധിച്ച് ജീവന്റെ ജീവനാ. ഞങ്ങളെ സംബന്ധിച്ചല്ല, ഭക്തജനങ്ങളെ മുഴുവൻ സംബന്ധിച്ചും ജീവന്റെ ജീവനായ ശബരിമലയെ സംരക്ഷിക്കാൻ ഭക്തന്മാർ അവരയും തലയും മുറുക്കി രംഗത്ത് വരാൻ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചു. ഞങ്ങൾക്ക് ആ അന്വേഷണ സംഘത്തിലെ ചില ആൾക്കാരെ കുറിച്ച് സംശയമുണ്ട്, പരാതിയുണ്ട്. ഞങ്ങളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഈ അന്വേഷണ സംഘത്തിൽപ്പെട്ട 2 ഉദ്യോഗസ്ഥന്മാർ, ഒന്ന് CI ബൈജു, മറ്റൊരാളുകൊണ്ട് 2 പേരുണ്ടല്ലോ. ആ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാര്, ഈ 2 പേരും 2 പോലീസ് ഉദ്യോഗസ്ഥന്മാര് മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഓഫീസർമാരായിട്ടിരുന്നവരാ. ഈ ക്രമക്കേട് നടന്ന കാലഘട്ടത്തിൽ, ഈ കൊള്ള നടന്ന കാലഘട്ടത്തിൽ അത് കണ്ടില്ലെന്ന് നടിച്ച് ഈ ക്രമക്കേടുകളെ എല്ലാം മൂടിവെക്കാൻ കൂട്ടുനിന്ന വിജിലൻസ് ഓഫീസർമാർ ദേവസ്വം ബോർഡിന്റെ ഈ ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സമിതിയിലുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോട് ഞങ്ങൾ പറയുന്നത്,
ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ അന്വേഷണ സമിതി അത് സത്യം പുറത്തു കൊണ്ടുവരും എന്ന് ഞങ്ങൾ സംശയിക്കുന്നു, ഭയപ്പെടുന്നു. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയമുണ്ട്. മുഴുവൻ സത്യവും പുറത്തു കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയമുണ്ട്. കാരണം സംശയ സാഹചര്യമുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ ഈ ടീമിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വെങ്കടേഷിനെ കുറിച്ച് പരാതിയില്ല. പക്ഷേ ആ സംഘത്തിലുള്ള 2 ഉദ്യോഗസ്ഥന്മാർ അവരെ സംബന്ധിച്ച് അവരെ മുൻപ് ദേവസ്വം ബോർഡിൽ ജോലി ചെയ്ത വിജിലൻസ് ഓഫീസർമാരാണ്. അവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പരാതിയുണ്ട്, ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. വിശ്വാസികളുടെ വിശ്വാസം ആ കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട്. കേരള ഹൈക്കോടതി അതിലൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക. ഈ സമരത്തില് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ AC ഓഫീസുകളും കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധങ്ങൾ. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നു, കോട്ടയത്ത് നടന്നു, ഇന്ന് പറവൂരിൽ നടക്കുന്നു. കേരളത്തിലെമ്പാടും AC ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധങ്ങൾ നടക്കും. മാത്രമല്ല നാമജപയാത്രകൾ, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നാമജപയാത്രകൾ ഇനിയുള്ള നാളുകളിൽ അരങ്ങേറാൻ പോവുക. കേരളം വീണ്ടും ശബരിമലയെ മുൻനിർത്തിയുള്ള ഒരു പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുക. ഇത് ഒരു സുവർണാവസരത്തിനും വേണ്ടിയല്ല, ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയല്ല, മറിച്ച് ഇത് ഭക്തന്മാരുടെ വിശ്വാസം സംരക്ഷിക്കാൻ, അവര് ഊട്ടി വളർത്തിയെടുത്ത ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ ഒരു സർക്കാരിന്റെയും ഔദാര്യത്തിലല്ല ക്ഷേത്രങ്ങൾ നിലനിന്നിട്ടുള്ളത്. കേരളത്തിൽ ഒരു സർക്കാരിന്റെയും ഔദാര്യത്തിലല്ല. PN വാസവൻ ആവർത്തിച്ചു പറയുന്നു, സർക്കാർ പണം അങ്ങോട്ട് കൊടുക്കുന്നു എന്നാണ് ക്ഷേത്രങ്ങൾക്ക്. ആവർത്തിച്ച് കള്ളം പറയുക. ക്ഷേത്രങ്ങൾക്ക് പണം സർക്കാർ കൊടുക്കണ്ട. 2015-16 ഓഡിറ്റ് റിപ്പോർട്ട് നിങ്ങൾ എടുത്തു നോക്ക്. 238 കോടി രൂപയാണ് 2015-16 ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ട്. ആ സർപ്ലസ് ഫണ്ട് ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടായിട്ട് കിടക്കുക. എന്തിനാണ് സർക്കാർ പണം കൊടുക്കുന്നത്? സർക്കാർ പണം കൊടുക്കണം എന്ന് കവനന്റിന്റെ ഭാഗമായിട്ടുണ്ടായി. സർക്കാർ പണം കൊടുക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചു. കേരളത്തിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്നും 45 ലക്ഷം രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുക്കണം എന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചു. അതിപ്പോ 1 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചു എന്നാണ്. എന്തിനാണ് ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കണം സർക്കാർ എന്ന് ഭരണഘടന എഴുതി വെച്ചത്? PN വാസവൻ അറിയാമോ? അത് ക്ഷേത്രം ഭരിക്കുന്ന ദേവസ്വം ബോർഡ് ഭരണാധികാരികൾക്ക് അറിയാമോ എന്തിനാണ് ദേവസ്വം ബോർഡിന് പണം കൊടുക്കണം സർക്കാർ എന്ന് എഴുതി വെച്ചതെന്ന്? ദേവസ്വം ബോർഡിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ സർക്കാരിന്റെ കയ്യിലകപ്പെട്ടു. 1811 മുതൽ 1811 മുതൽ ക്ഷേത്രത്തിന്റെ സ്വത്തുവകകൾ സർക്കാരിന്റെ കയ്യിലകപ്പെട്ടു. കേണൽ മൺട്രോ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്ത് ക്ഷേത്ര സ്വത്തുക്കൾ കൈമുതലാക്കിയ വഴി അതിന്റെ നഷ്ടപരിഹാരമായി 1922 ദേവസ്വം പ്രൊക്ലമേഷൻ അനുസരിച്ചിട്ടാണ് ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കണം എന്ന് തീരുമാനിച്ചത്. 1922 മുതലുള്ള നിയമമാണത്. അത് 1949 കവനന്റിന്റെ ഭാഗമായി. പിന്നീട് 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി. ഞാൻ ചോദിക്കട്ടെ വാസവ, ഈ ശബരിമല തീർത്ഥാടന കാലത്ത് ഈ അയ്യപ്പന്മാര് കേരളത്തിലേക്ക് വരുന്നതിന്റെ പേരിൽ, കേരളത്തിൽ നടക്കുന്ന തീർത്ഥാടന മഹാമഹത്തിന്റെ പേരിൽ സർക്കാരിന് എത്ര കോടി രൂപ വരുമാനമുണ്ട്? ആയിരക്കണക്കിന് കോടി രൂപയാണ് ഭക്തന്മാരുടെ കയ്യിൽ നിന്നും ടാക്സ് ഇനത്തിൽ അവര് കുടിക്കുന്ന ഒരു ചായ, അവരടിക്കുന്ന 1 ലിറ്റർ പെട്രോൾ 28 രൂപയാണ്. പെട്രോൾ 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് പോവുക 28 27 രൂപയാണ്. കോടിക്കണക്കിന് രൂപ അയ്യപ്പന്മാരുടെ ആ തീർത്ഥാടന കാലത്ത് മാത്രം സർക്കാരിലേക്ക് വരുമ്പോ സർക്കാർ അങ്ങോട്ട് പണം കൊടുത്തു എന്ന് പറഞ്ഞ് വീമ്പടിക്കുന്നു. കോടിക്കണക്കിന് രൂപ സർക്കാരിന് വരുമാനമാണ്. ഞാൻ ഒരു കാര്യം കൂടിയും മാധ്യമങ്ങളുടെ മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം മുൻപ് നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ചന്ദ്രബാബു നായിഡു, 2 വർഷമല്ല, കഴിഞ്ഞ വർഷമാണ്, അദ്ദേഹം ഒരു കാര്യം പറയട്ടെ. നിങ്ങളത് പത്രമാധ്യമങ്ങൾ കൊടുത്ത വാർത്തയാണ്. നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, സാമ്പത്തിക ആക്ടിവിറ്റി. ആ എക്കണോമിക്കൽ ആക്ടിവിറ്റിയിലേക്ക് ക്ഷേത്രങ്ങളുടെ സംഭാവന 6 ലക്ഷം കോടി രൂപയാ. 6 ലക്ഷം കോടി രൂപ. എന്താ ക്ഷേത്രങ്ങളുടെ സംഭാവന? ക്ഷേത്രങ്ങൾ അങ്ങോട്ട് പണം കൊടുക്കുന്നതല്ല, മറിച്ച് ക്ഷേത്രങ്ങളുടെ ഈ ടൂറിസം, അതായത് ആത്മീയ ടൂറിസം എന്നൊക്കെ പറയില്ലേ നമ്മള്,
തീർത്ഥാടനത്തിലൂടെ ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്നത് 6 ലക്ഷം കോടി രൂപയാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ NSO നടത്തിയ സർവേ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇന്ത്യൻ GDP-യുടെ 2.3% ക്ഷേത്രങ്ങൾ വഴി കിട്ടുന്ന വരുമാനമാണ് ഈ പറയുന്ന ആരാധനാലയങ്ങൾ വഴി കിട്ടുന്ന വരുമാനം. ഈ അടുത്ത കാലത്താണ് കുംഭമേള നടന്നത്. 30 കോടി ആളുകൾ കുംഭമേളക്ക് എത്തിയെന്നാണ്. എത്ര കോടി രൂപയുടെ സർക്കുലേഷൻ നടന്നിട്ടുണ്ട്, എക്കണോമിക്കൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2.3% ഓഫ് ദ GDP comes from the temple festivals and temple tourism. അല്ലെങ്കിൽ ടെമ്പിൾ പിൽഗ്രിമേജ്. ടൂറിസം എന്ന് പറയാൻ പറ്റില്ല, ടെമ്പിൾ പിൽഗ്രിമേജ്. ഇതെല്ലാം നമ്മുടെ സ്റ്റഡിയിലുള്ളത്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാസവൻ പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് പണം കൊടുത്തു. ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ സർക്കാരിലേക്ക് കിട്ടുന്ന പണം, അത് പറയാൻ തയ്യാറുണ്ടോ വാസവൻ? അത് പറയാൻ തയ്യാറുണ്ടോ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി? അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പോഴും മൗനം നടിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ട്. എന്തുകൊണ്ടാണ് ശബരിമലയിലെ ഇത്രയും നീറുന്ന പ്രശ്നങ്ങൾ കേരള ഹൈക്കോടതി അടക്കം ഈ കൊള്ള നടന്നു എന്ന് പറഞ്ഞിട്ടും ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ലക്ഷ്യമിണ്ടാത്തത്? മുഖ്യമന്ത്രിക്ക് എന്താണ് മറച്ചു വെക്കാനുള്ളത്? മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതിനോട് പ്രതികരിക്കുന്നില്ല? മുഖ്യമന്ത്രിയുടെ മൗനം ഈ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് കേരള ഹിന്ദു ഐക്യവേദി നടത്തുന്ന സമരപരിപാടികൾ അതിവിടെ തുടക്കം കുറിക്കുകയാണ്. ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് കേരളം ഇനി സാക്ഷ്യം വഹിക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചിട്ടാണ് ഞങ്ങൾ നടക്കാൻ പോകുന്നത്. സ്വാമി ശരണം മുഴക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രക്ഷോഭം നടത്താൻ പോകുന്നത്. ഇത് അയ്യപ്പന് വേണ്ടിയുള്ള സമരമാണ്. ഇത് ശബരിമലയ്ക്ക് വേണ്ടിയുള്ള സമരമാണ്. ഈ സമരം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ദേവസ്വം ബോർഡ് രാജിവെക്കണം എന്നാണ്. ഈ ദേവസ്വം ബോർഡിന് തുടരാൻ അവകാശമില്ല. ഇപ്പോ CBI അന്വേഷിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം. ശരി, കേരള ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നു. ഞങ്ങൾ കോടതി വിധി മാനിക്കുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു അന്വേഷണം പറ്റില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡ് രാജിവെച്ചേ മതിയാകൂ. ശബരിമലയെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം ഉണ്ടായേ മതിയാകൂ. അതുകൊണ്ട് ഈ സമരം നിങ്ങളുടെ എല്ലാവരുടെയും ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.